ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന കാണലുണ്ട് അല്ലേ നമ്മൾ, അതായത് ഹസ്ബൻഡ് വൈഫിന് എന്തെങ്കിലും വെഡിങ് ആനിവേഴ്സറിക്കോ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് കാണാനിടയായാലോ, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് എവിടെയെങ്കിലും ഇങ്ങനെ നമ്മൾ വിളിച്ചിങ്ങനെ കോൾ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ എവിടെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഐറ്റം കണ്ട്, റിങ്ങോ ഇയറിങ്സ് എന്തെങ്കിലും നല്ലൊരു ഐറ്റം കണ്ട്, അല്ലെങ്കിൽ ഹാൻഡ് ബാഗൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കുക നല്ല ഉണ്ടല്ലോടാ, ഇതെടുത്താൽ മേടിച്ചൊക്കെ ചോദിക്കുമ്പോൾ എടാ ഇതെൻ്റെ ഹസ്ബൻഡ് വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചു തന്നെയാ, അല്ലെങ്കിൽ ഇതെൻ്റെ സഹോദരി തന്നതാ, അല്ല എൻ്റെ ബ്രദർ തന്നതാ, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. നമുക്ക് ഇപ്പോൾ ഭർത്താവിന് ഭാഗം ചിന്തിക്കുന്നതാണെങ്കിൽ ഭർത്താവ് ഗിഫ്റ്റ് തന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ഭാര്യയാണെങ്കിൽ അവരെ മൈൻഡിൽ എപ്പോഴും തൊട്ട് വരും, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്, എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് പിന്നെ ഒരു ഗിഫ്റ്റ് പോലും വാങ്ങി തന്നിട്ടില്ല, ഇത്രയും വർഷം കൂടെ ജീവിച്ചിട്ട് എനിക്കൊരു ഗിഫ്റ്റ് പോലും വാങ്ങിച്ചു തന്നില്ലല്ലോ എന്നുള്ള ചിന്ത വരുന്ന ഭാര്യമാരാണെങ്കിൽ, അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ സിബ്ലിങ്സ് ആണെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഇതൊരു ഗിഫ്റ്റ് എൻ്റെ സിബ്ലിങ്സ് ആരും തന്നിട്ടില്ലല്ലോ, അങ്ങനെ സ്വയം ഇങ്ങനെ കുറേ ചിന്തിച്ച് വിഷമിക്കുന്നവരും ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്കെന്തോ നമ്മൾ അതിൻ്റെ പേര് നമ്മളെ കുറ്റപ്പെടുത്തും, നമുക്കെന്തോ പോരാത്തത് കൊണ്ടാണ്, നമ്മൾ ശരിയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ദേഷ്യമൊക്കെ വരും. അങ്ങനെയുള്ള പ്രയാസപ്പെടുന്നവരാണ് യു പ്ലീസ് കമൻറ്റ്.